വിചാരിച്ച ആള് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അവരെ വിദേശിച്ചാക്കിയാൽ അവർ കപ്പ് കൊടുക്കട്ടെ. ബിഗ് ബോസിനോട് നന്ദി. സുവിനില്ലാത്ത ഒരു ചാനല് ഞങ്ങൾ കാണത്തില്ല. സുവിനെ എന്ത് കാരണം കൊണ്ട് മാറ്റിയത്? പിന്നെ അതിന് പുറമെ ഗബ്രി വന്നിട്ട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞില്ലേ, അത് നല്ലതാണോ എന്ന് ലാലേട്ടനോട് ഞാൻ തുറന്ന് ചോദിക്കുക. ബിഗ് ബോസിന് സിബിൻ ചേട്ടൻ വന്ന റേറ്റിംഗ് കിട്ടി, ഒരു പുതിയ ഉണർവുണ്ടായി. പിന്നെ സിബിൻ വന്നതിന് ശേഷമാണ് ഇത്ര ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായത്, എന്റർടൈൻമെന്റ് ആയത്. നല്ലതുപോലെ കളിക്കും. അവന്റെ മനസ്സിനൊരു വിഷമം തോന്നിയത് കൊണ്ടാണ് അവൻ സോറി പറഞ്ഞത്. അവനെന്നല്ല ആരായിരുന്നു അങ്ങനെ, നമ്മളാണെങ്കിൽ അത് ചെയ്യത്തില്ല. അവൻ ക്ഷമ പറഞ്ഞു, എന്നിട്ട് അവനൊരു അവസരം കൊടുത്തില്ല പറയാൻ. അപ്പൊ അവ ഉദ്ദേശിച്ചെന്താണ് അഭിപ്രായം? ഇതിനകത്ത് പിന്നെ ആ കളിയിൽ മോശം ആരാണെന്ന് തോന്നുന്നു. ജാസ്മിന്റെ അടുത്ത് പറഞ്ഞ കാര്യകാര്യം തൂക്കിയെടുത്ത് അടിക്കുമെന്ന് പറയുന്നു. അത് സിബിൻ നേരത്തെ ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞു കൊടുത്ത് അവരൊരു സ്ക്രിപ്റ്റ് പോലെ ആക്കി. എന്നിട്ടും ജിൻഡ പറയുന്നുണ്ട് ഞാൻ സിബിൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വായിന്ന് വീണ് പോയതാണ്. ഒരു ഡിഫറൻ്റ് ആയിട്ട് സിബിനെ മാത്രം ഈ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഒരു ഉൾക്കൊള്ളാൻ വയ്യ, കാണികൾക്കും പ്രേക്ഷകർക്കും. തുടരുന്നുണ്ട്. ഉറപ്പായിട്ടും ഗബ്രി ആയിരുന്നാലും ജാസ്മിൻ ആയിരുന്നാലും അവര് നോക്കണം, അവർക്കൊരു ഫേവറിസം കാണിക്കുന്ന പോലെയാണ് ഈ ഷോ ഇപ്പൊ. മോഹൻലാലിനോട് തന്നെ ഋഷി എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നുണ്ടായിരുന്നു, ഋഷി എന്താ വിഷമിച്ചിട്ടിരിക്കുന്നു മോഹൻലാൽ ചോദിച്ചാൽ പറയുന്നുണ്ടായിരുന്നു, അത് ഇതിനേക്കാളും മോശമായിട്ടുള്ള രീതിയിലൂടെ പെരുമാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും പറയാത്ത കാര്യങ്ങൾ മോഹൻലാൽ ആ സമയത്ത് സിബിനോട് പറയുന്നു. വൈൽഡ് കാർഡ് എൻട്രിയുമായി ബിഗ് ബോസ് സീസൺ 6-ലെത്തിയ DJ സിബിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക്. ബിഗ് ബോസ് സീസൺ 6-നെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ ഇപ്രാവശ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സീസൺ ഇപ്രാവശ്യം ഉള്ളത്. നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഇത് മത്സരിക്കാൻ പോയിട്ടുണ്ട്, സിബിൻ എന്നാണ് പേര്. ഇപ്പൊ ഞങ്ങൾ പുള്ളിക്കാരനെ എടുക്കാൻ പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നതിൽ വെച്ച് ഏത് സീസൺ വെച്ച് നോക്കിയാലും ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതായത് ഇത്രയും പ്രേക്ഷകരുടെ പിന്തുണ നേടിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ. അപ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വീക്ക് ലെവലിൽ വെച്ച് പുള്ളിക്കാരനെ ഒരു കോർണറിലോട്ട് മാറ്റി കളഞ്ഞു. ലാലേട്ടൻ വന്ന ആ ഒരു കോർണറിലോട്ട് പുള്ളിക്കാരൻ പലരും മാറ്റേണ്ട പലരും ഇപ്പോഴും തുടരുന്നുണ്ട്. ഉറപ്പായിട്ടും ഗബ്രി ആയിരുന്നാലും ജാസ്മിൻ ആയിരുന്നാലും അവര് നോക്കണം, അവർക്കൊരു ഫേവറിസം കാണിക്കുന്ന പോലെയാണ് ഈ ഷോ ഇപ്പൊ. ഡാൻസ് കളിക്കുന്ന ഈ ഒരു അൻസിബ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, വെറുതെ ഡാൻസ് കളിക്കാം. പിന്നെ അൻസിബ ഉറങ്ങി, അവിടെ വേറെ ആരും കളിക്കുന്നത് ഉറങ്ങി കിടന്ന ബിഗ് ബോസിനെ ഉണർത്തിയത് പിന്നെ അടുത്ത പൂജ എന്ന് പറഞ്ഞ അടുത്തൊരു കണ്ടസ്റ്റന്റ്. ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ടായിരുന്നു ബിഗ് ബോസ് ആയത്. പുള്ളിക്കാരനൊരു എന്റർടൈനറാണ്. അവിടെ വന്ന് നമ്മളെ കാണികളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാളെ ഇത്ര അടിച്ചമർത്താനും അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ബിഗ് ബോസിന്റെ തന്നെ വല്ല സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഇപ്പൊ നമുക്കൊരു ചിന്ത. അല്ല, സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് പോയി തിരിച്ച് മെഡിക്കൽ റൂമിൽ വന്ന ശേഷം പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ, എന്നിട്ട് തിരിച്ചു പോകാം. ജനങ്ങളുടെ ഇഷ്ടപ്രകാരം വോട്ട് കിട്ടുകയാണെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ കിറ്റ് പോകാന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ അറിയുന്നത്. ഇപ്പൊ എന്താണ് നടന്നത് നമുക്ക് അറിയത്തില്ല. ഇനിയിപ്പോ പുള്ളിക്കാരൻ വന്നിറങ്ങി ചോദിച്ചു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് അവിടെ നടന്നത്. ഈ മോഹൻലാലിനോട് തന്നെ ഋഷി എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നുണ്ടായിരുന്നു, ഋഷി എന്താ വിഷമിച്ചിട്ടിരിക്കുന്നു മോഹൻലാൽ ചോദിച്ചാൽ പറയുന്നുണ്ടായിരുന്നു, അത് ഇതിനേക്കാളും മോശമായിട്ടുള്ള രീതിയിലൂടെ പെരുമാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും പറയാത്ത കാര്യങ്ങൾ മോഹൻലാൽ ആ സമയത്ത് സിബിനോട് പറയുന്നു. അതിൽ നിന്ന് തന്നെ കാണാം ഒരു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വിഷയം, ഇതൊക്കെ വലുതായിട്ട് വന്നിട്ടും ഇത്തരത്തിൽ മാത്രം ഒരു പാർഷ്യാലിറ്റി വന്നു പലരും പറയുന്നുണ്ട്. ക്യാരക്ടർ ഈ തന്തയില്ലാത്തവനെ എന്നൊക്കെ വിളിച്ചു കിടക്കുന്നുണ്ട്. അത് ഇത്രയും പറയുന്ന ഒരു വ്യക്തി വളരെ വൾഗറായി തന്നെ പല രീതിയിലും വന്നിട്ടും സിബിൻ കാണിച്ചത് മോശമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗെയിമല്ലേ, ഗെയിമിന്റെ ഭാഗമായിട്ട് ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് സിബിനെ ഇങ്ങനെ കോർണർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ സ്ക്രിപ്റ്റഡ് ആയിരിക്കാം. 100% ഇപ്പോൾ നോക്കുമ്പോൾ സ്ക്രിപ്റ്റഡ് ആണ്. കാരണം ഗബ്രി എന്നൊരു കണ്ടസ്റ്റന്റിനെ അവര് മാക്സിമം സേഫ് ആക്കിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ സീസൺ നോക്കുവാണെങ്കിൽ അഖിൽമാരാർ മുൻതൂക്കി കാണിക്കുന്നുണ്ട്, അവിടെ അവർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ലല്ലോ ഇപ്പൊ കാണിച്ചത്. സുവിനില്ലാത്ത ഒരു ചാനല് ഞങ്ങൾ കാണത്തില്ല. സുവിനെ എന്ത് കാരണം കൊണ്ട് മാറ്റിയത്? മാന്യമായ രീതിയിൽ സുബിൻ വന്നതിന് ശേഷമാണ് ഏഷ്യാനെറ്റിന് ഇത്തിരി പേരും പെരുമയും വന്നത്. ആ
പാരമ്പര്യവും ഇതോടുകൂടി നഷ്ടപ്പെട്ടു. ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കും നിങ്ങൾ? ബഹിഷ്കരിക്കും. ചാനൽ ടിവിയിൽ ഓൺ ചെയ്യത്തില്ല. സിബിനില്ലാത്ത ഒരു ഏഷ്യാനെറ്റ് വേണ്ടതാണ്. വേണ്ട. ആ രീതിയിലാണ് പ്രതികരണം. പ്രതികരണം എന്ന് പറഞ്ഞാൽ അത്രയും. എന്തുകൊണ്ടാണ് സിബിനെ പുറത്താക്കിയത്? സുബിൻ വന്നതുകൊണ്ടാണ് ഈ ചാനലിന് റേറ്റിംഗ് കിട്ടിയത്. ഇനി ഇങ്ങനത്തെ ഒരു ചാനല് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇനി നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ നമ്പർ തരാം. ആ നമ്പറിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് ഞങ്ങൾ ഈ യാതൊരു തരത്തിലും ഏഷ്യാനെറ്റിന്റെ ഇത് വയ്ക്കത്തില്ല. പൂർണ്ണമായും ബഹിഷ്കരിക്കുക തന്നെ. ഷിബിൻ തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ സ്വീകരണ പരിപാടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അത് വന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം. സിബിൻ കിറ്റായെന്ന് പറയുന്നു, എന്താണ് അഭിപ്രായം? സിബിൻ കിറ്റായെങ്കിൽ നല്ലതല്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ അതിനു പുറമെ ഗബ്രി വന്നിട്ട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞില്ലേ, അത് നല്ലതാണെന്ന് ലാലേട്ടൻ ഞാൻ തുറന്ന് കേൾക്കുകയാണ്. ചോദിക്കാൻ അവസരമാണത്. അത് ജാസ്മിൻ അകത്തോട്ട് കൈയിട്ടിട്ട് കാണണമെന്ന് കേട്ടില്ലേ, ഇതൊക്കെ തെറ്റാണെങ്കിൽ പിന്നെ അവൻ ഒരു കൈയാണിച്ചില്ല ഒരു കാര്യമില്ല, ഒരു തെറ്റുമില്ല. അപ്പോ ഇത് ഒരു വെൽ പ്ലാൻഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? പ്ലാൻഡ് ആണോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സുജ വരുന്നുണ്ട് തിരിച്ചെടുത്തതായിരിക്കാം. സ്ഥാനം ആർക്കും കൊടുക്കണമല്ലോ. ഒരാളെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈയകത്തിട്ടിട്ട് കാണണമെന്ന് കേൾക്കുന്നതും കുനിഞ്ഞിരിക്കാൻ ആ സ്ഥലത്ത് ഒരു പെണ്ണിന്റെ അടുത്താണ് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഗബ്രി അതിനകത്ത് വെച്ചിരിക്കും. ഒരു ആണായിട്ടല്ലേ ജിന്റെ അടുത്ത് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞത്. ആ സമയത്ത് അപ്സെറ്റ് എടുത്തോ റസ്മിന്റെ അടുത്തോ പറഞ്ഞിരുന്നെങ്കിലോ കുനിഞ്ഞിരിക്കാൻ വേണ്ടി. ശരിയാണോ? അപ്പൊ ലാലേട്ടൻ ഇത് കാണിച്ചത് തെറ്റല്ലേ? തികച്ചും പാർഷ്വാലിറ്റിയാണ് കാണിച്ചത്. തികച്ചും പാർഷ്വാലിറ്റി. നല്ലൊരു ഗെയിമറാണ് നഷ്ടപ്പെട്ടത്. നല്ലൊരു പ്ലെയർ, നല്ലൊരു ഗെയിമർ. എന്താ പറയാ, ഒന്നും പറയാനില്ല അയാളെ പറ്റി. കളിക്കുന്നതിൽ നല്ലൊരു ഗെയിമർ. സിബിന്റെ സുഹൃത്തുക്കളെ നാട്ടുകാരും ഒക്കെ. നിങ്ങൾ നാട്ടുകാരനാണ്? അല്ല. യാത്രക്കാരനാണ്. അപ്പൊ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞത് ഈ ഗെയിമിൽ നല്ലൊരു ഈ ഒരു ഗെയിമില് നല്ലൊരു ഗെയിമറെയാണ് അവർക്ക്. ഈ ഒരു ഗെയിമിൽ നിന്നല്ല, സിബിൻ വന്നതിന് ശേഷം അതിനൊരു ഓളം ഉണ്ടായിരുന്നു. ഈ ഗെയിമിൽ നിന്നല്ല, സിബിൻ വന്നതിന് ശേഷം കാണാൻ നല്ലൊരു ഗെയിമറായിരുന്നു. അടിച്ചൊതുക്കിയല്ലാതെ ഇന്നലെ ചെന്ന് എല്ലാവരും അടിച്ചൊതുക്കിയിട്ടുണ്ട്. നല്ലൊരു ഗെയിമറാണ്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. നല്ലൊരു ഗെയിമർ. അപ്പൊ അതിൽ ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടായോ? അതിനകത്ത് ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? അത് 100% അതല്ലേ പറയുന്നത്. ഗബ്രി കുനിഞ്ഞിരിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു പെണ്ണിന്റെ അടുത്താണ് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ശരിയാണ് അത്. അപ്പൊ അവനെ പുറത്തിറക്കിയില്ല. കാണിക്കേണ്ടത് കാണിക്കാം എന്ന് പറയുന്നത് ശരിയാണോ? ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ ഗബ്രിയെയും ജാസ്മിനെയും മൊത്തത്തിൽ അതിൽ നിർത്തി കപ്പ് കൊടുത്ത് വിടണേണ്ട നല്ലത്. നേരത്തെ അവർക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റഡ് ആണോ സംഭവം നടക്കുന്നത്? സ്ക്രിപ്റ്റഡ് ആണെന്നോട്ടാ നമുക്ക് അതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് 50 ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ അവർക്ക് രണ്ടുപേർക്കും കപ്പ് കൊടുത്ത് വിടണേണ് നല്ലത്. ആർക്കും കൊടുക്കില്ല എന്നുള്ള നിയമത്തിൽ അവർ പോകുന്നു. അവരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ല, അങ്ങനെയാണ് ഉദ്ദേശം അത് തന്നെയാണ് അവർ ഇതുവരെ പോകുന്നത്. പിന്നെ നാട്ടുകാരുടെ പ്രതികരണം കൂടുകയാണെങ്കിൽ മാറ്റി കൊടുക്കാനും ചാൻസ് ഉണ്ട്. ബിഗ് ബോസ് സീസൺ 6 കാണാറുണ്ട്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായിരുന്നു. സിബിൻ ചേട്ടൻ വന്ന ഉടനെ തന്നെയാണ് സൂപ്പറായി തുടങ്ങിയത്. ആദ്യം റേറ്റിംഗിലായിരുന്നു. ബിഗ് ബോസിന് സിബിൻ ചേട്ടൻ വന്ന റേറ്റിംഗ് കിട്ടി. ഒരു പുതിയ ഉണർവുണ്ടായി. അത് സിബിൻ വന്നതിന് ശേഷമാണ് അവിടെ ഒരു ഓളപ്പം സൃഷ്ടിച്ച് നല്ല ഗെയിമറായിട്ട് വിന്നറായിട്ട് പോയത്. ഇപ്പം ബിഗ് ബോസിന്റെ ആണ്. അപ്പൊ അവന് പുറത്താകാൻ കാരണം അല്ല, ബിഗ് ബോസില് സിബിനെക്കാളും വൾഗറായിട്ട് വേർഡ്സ് യൂസ് ചെയ്യുന്നവരൊക്കെ അതിനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് സിബിനെതിരെ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വ്യക്തമായിട്ട് നമുക്കറിയാം എന്തോ സിബിന് എന്തോ പൂർണ്ണമായിട്ട് അതിനകത്ത് ഒഴിവാക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഒരു പ്ലാൻ മലപ്പൂർവ്വം സിബിനെ ടാർഗറ്റ് ചെയ്ത് കളിച്ച പോലെയാണ് തോന്നുന്നത്. സിബിനെ കൊണ്ട് മലപ്പൂർവ്വം പറയിപ്പിച്ചത് പോലെയാണ് തോന്നുന്നത്. സിബിനെ ഔട്ടാക്കണം എന്ന രീതിയിലായിരുന്നു അവൾ കളിച്ചുകൊണ്ടിരുന്നത്. സിബിൻ DJ കളിക്കുന്ന ഒരു നല്ലൊരു മെന്റലി ഉള്ളൊരു പയ്യനായിരുന്നു. പക്ഷെ അവന് ഇപ്പൊ ബിഗ് ബോസിൽ വന്നിട്ട് അവനെ ടാർഗറ്റ് ചെയ്ത് അവന് മെന്റലി ഡൗൺ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് ബിഗ് ബോസ് ആണ് പൂർണ്ണ ഉത്തരവാദിത്തം ഉള്ളത്. കാരണം അവൻ നല്ല നോർമൽ ആയിട്ടല്ല ഇപ്പൊ നിൽക്കുന്നത്. കാരണം അവൻ എന്തോ ഒരു പ്രശ്നത്തിലാണ് അവൻ. നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, സ്ട്രോങ് കണ്ടസ്റ്റന്റ്. ജാസ്മിനും അവിടെ കാണിക്കുന്ന ഈ കുഞ്ഞു പിള്ളേർ അത് കഴിഞ്ഞിട്ട് ഇപ്പം സിബിൻ ഇപ്പൊ ഔട്ടായതിനു ശേഷവും ഇപ്പൊ അതിനകത്ത് മോശമായ പ്രകൃതിയും ജാസ്മിന് പനി വന്നപ്പോഴേക്കും കെട്ടിപ്പിടിക്കുകയും അതൊക്കെ എന്തുവാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കാണുന്ന മനുഷ്യർ കാണുന്ന അപ്പൊ ഇതൊക്കെ ബിഗ് ബോസിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ലേഡീസ് ആയ കണ്ടസ്റ്റിനെ ഇവർ പ്രൊട്ടക്ട് ചെയ്യണം പല രീതിയിലും പ്രൊട്ടക്ട് ചെയ്യണം. അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് മോശമായ ഒരു പ്രോഗ്രാമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
കാരണം സിബിൻ വന്നതിന് ശേഷം അവിടെ എന്തോ ആക്റ്റീവ് ആയിരുന്നു, എന്തോ നല്ല രീതിയിൽ പ്രോഗ്രാം പുതിയൊരു ഉണർവുണ്ടായി എന്നാണ് പലരും പറയുന്നത്. അതായത് അവന് ഈ രീതിയിൽ അവൻ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യം പോലും ബിഗ് ബോസിനില്ല. അത്ര വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം, പ്രോഗ്രാം ഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. വേറെ ആൾക്കാർ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ വ്യക്തമായി കാണുന്നതാണ്. എന്നിട്ട് ഈ ഒരു രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വന്ന് അവിടെ രീതിയിൽ അതെന്തോ വേറെ എന്തോ ഇഷ്യൂ അതിനുണ്ട്. ആ രീതിയിലാണ് നമുക്ക് തോന്നുന്നത്, പ്രേക്ഷകർക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇവരെ എങ്ങനെയും ഒഴിവാക്കണം എന്നുള്ള രീതിയാണ്. അങ്ങനെ മെന്റലി നമ്മുടെ ഒരു അയൽവാസിയാണ്, അവനെ ടോട്ടലി ഡിസ്റ്റർബ് ആക്കി, മെന്റലി ഡിസ്റ്റർബ് ആക്കി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് കുഞ്ഞുനാളെ തൊട്ട് നമ്മളെ സിബിനെ അറിയുന്നതാണ്, നമ്മുടെ നാട്ടുകാരാണ്. അവന് പഠിക്കുന്ന കാലം മുതലേ നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ലൊരു DJ ഡാൻസർ ആണ് എന്നൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം വരുമ്പം ആ സിബിനാണ് എന്തെങ്കിലും കോർഡിനേഷൻ ചെയ്ത് അവനാണ് സ്പോൺസർ ചെയ്താണ് ഈ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അതൊരു പാവം ഒരു അമ്മ അച്ഛൻ നാടിന്റെ ഒരു അഭിമാനത്തിനാണ് ഞങ്ങൾക്ക് ബിഗ് ബോസ് വന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ എല്ലാ നാട്ടുകാരനായ ഒരാൾ ഇതിലോട്ട് നാട്ടുകാർ വരും. നമ്മൾ പ്ലേ കണ്ടോണ്ടിരുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ്. ഇതിൽ ആരുമില്ല, എല്ലാവരും അതായത് നമ്മൾ തമാശ കാണാനും ചിരിക്കാനും നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് പോകാനും എല്ലാം നമുക്ക് കഴിയുന്നു. അതുവരെ എന്തോ വരുന്നു, ബിഗ് ബോസ് വരുന്നു, എന്തൊക്കെ കാണിക്കുന്നു. കളിക്കുന്ന പ്ലെയർ ഇല്ലായിരുന്നു. പക്ഷേ അല്ല, ഈ 1 to 5-നെക്കാളും 6 തുടങ്ങിയ സമയത്ത് ഏറെക്കുറെ വൾഗറായിട്ട് പോയെന്നൊക്കെ കുറെ പരാതികളുണ്ടായിരുന്നു. അതിൽ സിബിൻ വന്നതിന് ശേഷം ഒരു പുതിയ ഉണർവുണ്ടായ ചോദ്യങ്ങളായി, പല ചോദ്യങ്ങളായി. അവരെന്ത് പറഞ്ഞാലും ആ രീതിയിൽ എതിർക്കുന്ന രീതിയിൽ ഒരു കണ്ടസ്റ്റന്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ എന്തോ ബിഗ് ബോസിന് വരെ എന്തോ ഒരു വല്ലാത്തൊരിത്, അത് എന്താണെന്ന് അറിയില്ല. അവനെ ഒഴിവാക്കണം എന്നുള്ള ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നു. എന്തോ ഇതിനകത്ത് വേറെ എന്തോ കളി നടന്നിരിക്കുന്നു. അവനെ ടാർഗറ്റ് ചെയ്ത് ഇവനെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതാണ് ബിഗ് ബോസ്. അല്ലെങ്കിൽ ഈ രീതിയിൽ സഡൻ ആയിട്ട് വന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തോ ഫോഴ്സ് ആയിട്ട് വന്ന് സഡൻ ആയിട്ട് ഫുള്ളായിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്ത് അവനെ മൊത്തത്തിൽ ടോട്ടലി ഡൗൺ ആകുക. നമ്മൾ കാണുന്നില്ലേ, ഓരോരുത്തർ കണ്ടസ്റ്റന്റ് വന്ന് സംസാരിക്കുകയും അവരെ വഴക്ക് പറയും, ഏത് രീതിയിലാണ് ഇടപെടുന്നത് നമുക്കറിയാം. അപ്പൊ ഒരു ഡിഫറെന്റ് ആയിട്ട് സിബിനെ മാത്രം ഈ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഒരു ഉൾക്കൊള്ളാൻ വയ്യ, കാണികൾക്കും പ്രേക്ഷകർക്കും. അതുപോലെ ജിൻഡോടെ കളിക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും മോശമായി പ്രോഗ്രാം നടത്തുന്ന രണ്ടുപേരേ ഉള്ളൂ. പക്ഷെ അവരെ കാലം അപ്പുറം ഒന്നുമല്ല. സിബിൻ അവിടെ ഒന്നും കാണിച്ചില്ല. ജാസ്മിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടിക്കുന്നതിന് കയ്യെന്തോ ആക്ഷൻ വെച്ചതായിട്ടേ ഉണ്ടോ അതിന് ഇത്ര ക്വിക്കായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ സഡനായിട്ട് ആ ബിഗ് ബോസിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും സീസൺ കണ്ടുകൊണ്ട് വരികയല്ലേ, നമ്മളിതെല്ലാം കണ്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു എയിം ചെയ്ത് സിബിനെ മാത്രം എയിം ചെയ്യുന്നു. എന്താ പറയാ നോക്കളെ സിബിൻ ചേട്ടന്റെ നല്ലതുപോലെ കളിക്കും. ഇപ്പൊ എന്താ പറ്റിയത്? നല്ലതുപോലെ കളിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ എന്താ പറ്റിയത്? ബിഗ് ബോസ് ഔട്ടാക്കി. ബിഗ് ബോസിനോട് പ്രതിഷേധമുണ്ടോ? പ്രതിഷേധമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഇവിടെ ആർക്കുണ്ട്? എന്തിനാ പാവപ്പെട്ട പയ്യനെ പുറത്താക്കിയ ബിഗ് ബോസ്? നല്ല രീതിക്ക് കളിച്ചോണ്ട് വന്നതല്ലേ, ഒരു കാരണം വേണ്ടേ? സിബിൻ വന്നിട്ടാണ് ഇത്രയും നല്ല രീതിക്ക് കളിക്കാൻ തുടങ്ങിയത്. ബിഗ് ബോസ് ആയാലും നല്ല രീതിക്ക് വന്നത് സിബിൻ വന്നിട്ടാണ്. എന്നിട്ട് ആ മോനെ ഇപ്പം പുറത്താക്കി. പക്ഷെ ഞങ്ങളുടെ നാട്ടുകാർ ക്ഷമിക്കൂല. നിങ്ങൾ ചുമ്മാ അവിടെ കിടന്ന് അടിവെക്കുന്നതിന് വേണ്ടി ഈ പയ്യ എന്താ ചെയ്തത്? അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, അത് ബിഗ് ബോസിന് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇത്തരം പെർഫോമൻസിനെക്കാളും പെർഫോമൻസുകൾ മോശമായ രീതിയിലുണ്ട് എന്ന് പലരും പറയപ്പെടുന്നു മറ്റുള്ള കണ്ടസ്റ്റന്റിനെ കുറിച്ച്. അത് ഞങ്ങളുടെ കണ്ണില് അവൻ ചെയ്ത നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുള്ളത്, തെറ്റായ രീതിക്കൊന്നും അല്ലാതെ. ജാസ്മി ഗബ്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജാസ്മി വല്ലാത്ത ഒരു ജാസ്മിന, എന്ത് പെണ്ണാ, ഫസ്റ്റ് തൊട്ട് ഉഴപ്പ് തന്നെ ജാസ്മിൻ. സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിബിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു. അവർ പ്രതീക്ഷിച്ചില്ല ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഒരാളിങ്ങനെ വരുമ്പോൾ ഈ ഗെയിം ഇങ്ങനെ മാറുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അപ്പം അവർക്കൊരാൾ ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അവരത് ചെയ്താൽ മതി. അവർ ഒരു പ്ലെയർ നന്നായിട്ട് കളിച്ചിട്ട് വരുമ്പോൾ അയാൾ ഇത്രയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ ആ പ്ലെയറിനെക്കാളും മോശമായ പ്ലെയേഴ്സ് അതിനകത്തുണ്ടെന്ന് ഒത്തിരി പേര് പറയും. ഒരുപാടുണ്ട്, അതിന് നമ്മൾ കാണുന്നതാണ്. ഇതിനേക്കാൾ ഇപ്പോൾ സിബിനൊരു ആക്ഷൻ കാണിച്ചു, ഒരു ആംഗ്യ ഭാഷ കാണിച്ചു, അത് മാത്രമല്ല ഒരാൾ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അവനായതുകൊണ്ട് അതിൽ നിന്ന്
അത് അവൻ വ്യക്തമായിട്ട് കാണിച്ചില്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിട്ടും അവരത് അതിനെ കുത്തി ഞാനൊരു ലാലേട്ടൻ്റെ ബിഗ് ഫാനാണ്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോഹൻലാലിൻ്റെ സിനിമ എത്ര വട്ടം ഞാൻ കാണുന്നത് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ലാലേട്ടൻ്റെ ആ ഒരു രീതി തികച്ചും തെറ്റായി, ശരിയാവുന്നില്ല. അത് ശരിയല്ല. അത് അവർക്ക് ഒരാൾ മതിയെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ വിളിക്കേണ്ട കാര്യമില്ല. ആണ് ഇപ്പൊ ഇതിൽ നിന്ന് അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം ഇപ്പൊ ലാലേട്ടന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് ആ റോക്കി എന്ന് പറഞ്ഞ പയ്യൻ പുറത്തുപോയി. എങ്ങനെ പുറത്തുപോയി? അവൻ ആ ഷോയുടെ ഇതിൽ, ആ ഒരു ഗെയിമിന്റെ ഇതിൽ മറ്റേ ഒരു സിജോ അടിക്കാൻ പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്ന് എന്താണ് പറഞ്ഞത്? അടിക്കാൻ വന്നാൽ നിങ്ങൾ അടിക്കണം, ആക്ഷൻ പാടില്ലെന്ന്. അവൻ എന്തായി? അവൻ അടുത്ത വർഷം വന്ന് അടിച്ചു. ആരാ കാരണം? പറ, ആര് കാരണം? എന്നിട്ട് അവനെ പിടിച്ച് പുറത്താക്കി. അപ്പൊ അത് പറയായിരുന്നെങ്കിൽ ഇത് ഗെയിമാണ്, ഇതിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതിന് അടിപിടിയൊന്നും നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ അടിപിടിയൊന്നും പാടില്ല എന്നാണ് പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ ആക്ഷൻ അടിക്കാൻ വന്നാൽ അടിക്കണം, അല്ലാതെ ആക്ഷൻ അല്ല കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികം മനുഷ്യനാണ്. അവൻ അടിച്ചു, അവനെ പ്രകോപിപ്പിച്ചു, അവൻ അടിച്ചു. എന്നിട്ട് അവനെടുത്ത് വിളിക്കണം. അവൻ പുറത്തു കൊണ്ടാണോ? ഉറപ്പായിട്ടും അത് ഗെയിം നന്നായിട്ട് മാറി. സിബിൻ ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. പക്ഷെ ഇവരത് സിബിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കാണിച്ചത്. മാനസികമായിട്ട് തളർന്നു പോയി. ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്തിങ്ങനെ പറയുമ്പോൾ തളർന്നു പോകത്തില്ലല്ലോ ഇവർക്ക്. എനിക്ക് ഉറപ്പായിട്ടും അവർക്ക് ഈ ജാസ്മിൻ എന്ന് പറയുന്ന അവൾ അതിനേക്കാളും വൃത്തിയോടെ അവിടെ കാണിക്കുന്നുണ്ട്. അത് പറയാത്തത് അതൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവളെ ഒന്നും വാൺ ചെയ്യുന്നില്ലല്ലോ. അവളെ അതിനേക്കാളും വൃത്തിയോട് കാണിക്കുന്നുണ്ട്, അത് പറയുന്നില്ല. എന്നിട്ട് ലാലേട്ടൻ അത് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ വന്നിട്ട് പറയുന്നത് എന്താ? എല്ലാം അവളുടെ അടുത്താണ് ചോദിക്കുന്നത്, വേറെ ആരും ഇല്ലേ? 10-20 ഇരിക്കുകയാണ്. അല്ലെങ്കിൽ അവരൊരു ചാൻസ് കൊടുക്കണം. അവന് അത് കാണിച്ചത്, അത് വ്യക്തമായിട്ട് കാണിച്ചില്ല, എല്ലാവർക്കും അറിയാം. അവനത് ഒരു തെറ്റായിട്ട് തോന്നി, അവൻ്റെ മനസ്സിനൊരു വിഷമം തോന്നിയത് കൊണ്ടാണ് അവൻ സോറി പറഞ്ഞത്. അവനെന്നല്ല ആരായിരുന്നു അങ്ങനെ, നമ്മളാണെങ്കിൽ അത് ചെയ്യത്തില്ല. അവൻ ക്ഷമ പറഞ്ഞു, എന്നിട്ട് അവനൊരു അവസരം കൊടുത്തില്ല പറയാൻ. അപ്പോൾ അവ ഇതേ ചെയ്യും, ഉറപ്പായിട്ടും പറ. അവരെ പിന്നെ അങ്ങനെ അതിൽ കിടന്ന് മാനം കെട്ട് കളിക്കേണ്ട കാര്യമില്ല. എന്ത് മാനക്കേടാണ് പറ? അവൻ്റെ മാനസിക നില എന്തായിരിക്കും? ഇത് ലാലേട്ടൻ വന്ന് കമൻസ്, ജനങ്ങളുടെ പ്രതികരണം എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ കമൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയുന്നത്. അത് കാണിക്കാൻ പറ. ഒത്തിരി വന്നിട്ടുണ്ടല്ലോ, എനിക്ക് എൻ്റെ ഫോണിലും ഉണ്ട്. അതുവരെയുള്ള കമൻസ് ഒന്നും ഇല്ല, ഞാനും കാണുന്നുണ്ട് യൂട്യൂബിൽ. ചിലപ്പോൾ അവൾ ജാസ്മിൻ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലെയർ അവരാളെ വെച്ച് പറയുന്നുണ്ടാവും. അല്ലാതെ സിബിൻ കാണിച്ചത് തെറ്റാണെന്നോ സിബിൻ ഇതിന്ന് പുറത്തു പോകേണ്ട ആളാണെന്നോ ഒരാളും പറയത്തില്ല. സിബിൻ ഒരു ഫൈനൽ വരെ പോകേണ്ട ഒരു പ്ലെയറാണ്. ശരിക്കും അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടോ നാട്ടുകാർക്ക്, സുഹൃത്തുക്കൾ? ഉറപ്പായിട്ടും നമ്മളെല്ലാം ഈ ഇവിടെ ഇപ്പൊ ആരെടുത്ത് ചോദിച്ചാലും റേറ്റിംഗ് ഉള്ള ഒരു ചാനലായിരുന്നു ഏഷ്യാനെറ്റ്, റേറ്റിംഗ് ഉള്ള ഒരു പ്രോഗ്രാമായിരുന്നു ബിഗ് ബോസ്. വെറുത്തു, മാനസികമായിട്ട് എല്ലാവരും വെറുത്തു, ആർക്കും താല്പര്യമില്ലാതെ. അപ്പൊ അവര് ഒരാൾക്ക് വേണ്ടി അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഉള്ളവരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവർ വിചാരിച്ചില്ല ഇങ്ങനെ തിരിയുമെന്നുള്ളത്. സിബിൻ ജന്മം കൊണ്ട് ടാലന്റാണ്, നമുക്കറിയാം. നല്ലൊരു പ്ലെയറാണ്. എന്ത് കാര്യത്തിലും ഡാൻസർ നല്ലൊരു മികച്ച ഡാൻസറാണ്. ഡാൻസിലൂടെയാണ് പുള്ളി ചാനലിലൊക്കെ എൻട്രി ആവുന്നത്. നല്ലൊരു പ്ലെയർ, മികച്ച പ്ലെയർ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവനെ മാനസികമായിട്ട് തകർത്താണ് ഒരാൾക്ക് വേണ്ടി. അതങ്ങനെ ഒരു ചാനലോ ഒരു ഷോയോ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും ഈക്വൽ ആയിരിക്കണം. അത് സിബിന് ഒരു ചാൻസ് അവർ കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ പറയാനെങ്കിലും മാനസികമായിട്ട് അവന് കാര്യങ്ങൾ പറയാനെങ്കിലും ഒരു അവസരം കൊടുക്കണമായിരുന്നു. അത് ചെയ്തില്ല അവർ. അത് എന്താണെന്നാണ് ആർക്കും മനസ്സിലാവാത്തത്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഇവര് ആരെയോ സംരക്ഷിക്കാനും വ്യക്തമായിട്ട് അറിയാം. ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അവരത് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ ഒരാളാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഡെമ്മിയായിട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു ട്രോഫി കൊടുത്ത് വിട്ടാൽ മതിയല്ല. ഈ രീതികളൊന്നും ശരിയല്ല. ശക്തമായ പ്രതിഷേധമുണ്ട്, ഉറപ്പായിട്ടും. എല്ലാവരും കാണുന്നവരാണോ? എങ്ങനെയുണ്ട് അഭിപ്രായം? ജാസ്മിനും ഗബ്രിയും കുറച്ച് ഇതാണ് കേട്ടോ. എന്താ എല്ലാരും പിന്നെ ജാസ്മിൻ ഇറങ്ങുവാണെങ്കിൽ പൊളിക്കളിയാണ് സിബിൻ. അത് തന്നെ കപ്പം കൊണ്ട് നാട്ടുകാരനല്ലേ? എങ്ങനെയുണ്ട്? അർജുനും കുഴപ്പമില്ല. ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ്?
സിബിൻ അങ്കിളിന്റെ ഗെയിം എങ്ങനെയുണ്ട്? സിബിൻ അങ്കിളിന്റെ ഇപ്പൊ ഗെയിമിൽ നിന്ന് എന്തോ ചെറിയ നടപടി വരുന്നു എന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം? അത് കുറച്ച് മെന്റലി ഡൗൺ ആണ് ആള്. അതൊന്ന് ശരിയായി കിട്ടിയാ വീണ്ടും പഴയ പോലെ ഗെയിം കളിക്കാൻ തോന്നുന്നു. തിരിച്ചു വരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തിരിച്ചു വരുമോ? എന്ത് പറയുന്നു? വേളിയുടെ അഭിമാനമായിട്ട് കപ്പടിച്ചിട്ട് സിബിൻ ചേട്ടൻ ഇറങ്ങത്തുള്ളൂ. തിരിച്ചു വരുള്ളൂ. ശരിക്കുവേ ഇതിനകത്ത് പിന്നെ ആ കളിയിൽ മോശം ആരാണെന്ന് തോന്നുന്നു. എന്താ കാര്യം? എന്താ ഗബ്രി ഒരു തെറ്റിയതാ ജാസ്മി സപ്പോർട്ട് ചെയ്ത്, ജാസ്മി ഒരു തെറ്റിയതാ ഗബ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിട്ടേ കളിക്കും. ഒരു തെറ്റാണെന്ന് സമ്മതിക്കൂല. ചുമ്മാ കുറ്റം ചെയ്തിട്ട് അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അതിനെതിരെ ആരും ഒന്നും പറയാത്ത എന്താണ്? അതവരെ പേടിച്ചിട്ടായിരിക്കും. അവരെ പേടിയുണ്ടോ അവർക്ക്? ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ പറയാനുള്ള എവിടെയായാലും പറയും. നിനക്കോ? ജാസ്തി ഇറങ്ങി കഴിഞ്ഞാൽ ബിഗ് ബോസ് അല്ല. ജാസ്തി മാത്രം ഇറങ്ങിയാ മതിയോ? രണ്ടുപേരെ പുറത്താക്കണോ? വേറെ ആരെയാണ് ഇനി പുറത്താക്കേണ്ടത്? പുറത്താക്കിയ ഒരു മിനിറ്റ്. അൻസിബ് അത്ര ആക്റ്റീവ് അല്ല, അൻസിബിനെ കൂടി ചെയ്യണം. 3 പേര് പുറത്താക്കണം. നിന്റെ ലിസ്റ്റിൽ 3 പേര്. നിനക്ക് എത്ര പേരെ പുറത്താക്കണം? 2 പേര്. അപ്പൊ 5 പേരായി. അതാ ഈ 3 പേരിൽ 2 പേരാണോ? ആണോ? നീ പറ. 2 പേരെ മതി. നിലവില് കളി എങ്ങനെ പോകുന്നു? എങ്ങനെ കണ്ടു കളി നിലവിൽ? ഇഷ്ടമാണോ നിനക്ക്? ശരിക്കും ആരെയാണ് ഇഷ്ടമുള്ളത്? ഷിബിനാണോ? ഷിബിൻ ആരാണ്? നിങ്ങൾ അങ്കിളാണോ? നാട്ടുകാരനല്ലേ? ചേട്ടനാണ്. ചേട്ടൻ ഇപ്പൊ എന്താ പറ്റും? വേളിയുടെ അഭിമാനം. ഇവിടെ കളിക്കുന്ന ആളാണോ? ഗ്രൗണ്ടിൽ വരാറുണ്ട്. ചേട്ടന്റെ ഗ്രൂപ്പാണോ കൂടുതൽ ഇവിടെ കളിക്കുന്നത് അല്ലേ? എന്നിട്ടും നിങ്ങളുടെയൊക്കെ അഭിമാനമായ സിബിൻ ചേട്ടനെ ബിഗ് ബോസ് നടപടി എടുത്തു എന്ന് പറയുമ്പോ എന്ത് തോന്നുന്നു? പ്രതിഷേധം. അവൻ ചെയ്യാത്ത തെറ്റിനാണ് ഇപ്പൊ ഇത്ര അനുഭവിക്കുന്നത്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അതിന് ഒന്നുമില്ല. ജാസ്മിന്റെ ഗെയിമിംഗ് ടെക്നിക്ക് എന്ന് വെച്ചാൽ പ്രവോക്ക് ചെയ്ത് കളിക്കുന്നതെന്നോ. അപ്പം ആ ഒരു പ്രവോക്കില് സിബിൻ വീണുപോയി എന്നാണ് തോന്നുന്നത്. അങ്ങനെ വീണോ? ഒരു വട്ടം. അതായിരിക്കും ഇത്ര വലിയ പ്രശ്നമായത്. ആ ഒരു ഇത് കാണിച്ചു, ബാഡ് ലാംഗ്വേജ് കാണിച്ചു ഗെയിമിന്റെ അകത്ത്. അതായിരിക്കും. പക്ഷെ ആ ഗെയിമില് വേറെയും ബാഡ് ലാംഗ്വേജുകൾ പലരും കാണിച്ചു എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അതിത്ര പ്രശ്നമായിട്ടില്ല. അതിത്ര പ്രശ്നമാണ്. ഇത് ഈ ഒരു ചെറിയ ഇത് കാണിച്ചതാണ് ഇത്ര വലിയ പ്രശ്നമായിരിക്കും. ശരിക്കും അങ്ങനെ ഒരു ചീത്തയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് ബിഗ് ബോസ് വലിയ നടപടി. സിബിൻ ചേട്ടന്റെ മടങ്ങി വരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ബിഗ് ബോസ് സീസൺ 6 കാണാറുണ്ടോ? അതിൽ ഇപ്പം നിങ്ങളുടെ അയൽവാസിയായിട്ടുള്ള DJ സിബിൻ മികച്ചൊരു പെർഫോമറായി രംഗത്തുണ്ട്. ഇപ്പോൾ എന്താണ് അഭിപ്രായം? എങ്ങനെയുണ്ട് പുള്ളിയുടെ പെർഫോമൻസ്? നല്ലൊരു പെർഫോമറായി വരുമോ ഗെയിമറായിട്ട്? വരും. പിന്നെ ഇടയ്ക്ക് എന്തോ അതിനകത്ത് ആരോ പീഡിപ്പിച്ച് മാനസികമായിട്ട് എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ എന്തോ വരുന്നെന്ന് പറയുന്നു. അതിനെ കുറിച്ച് അറിയില്ല. തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. പുള്ളിയെ കാണാറുണ്ടോ നിങ്ങൾ? നേരത്തെ ഇതുമായിട്ട് ഈ ഷോയുമായി ബന്ധപ്പെട്ട് മുൻപ് സംസാരിക്കാറുണ്ടായിരുന്നോ? പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ശരിക്കും ഷോയുമായി? ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോ അറിയാം. അല്ലാതെ തന്നെ അറിയാം. അയൽവക്കത്തല്ലേ? അപ്പോ കുറച്ചപ്പുറത്ത്. അപ്പൊ ഈ ഗെയിമിൽ തുടരുമെന്ന് തോന്നുന്നുണ്ടോ? അതിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണ് അറിയാം? നിലവില് അവൻ വരുമെന്ന് പറയുന്നത്. അവൻ വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. ആണ്. ഗെയിമിൽ നിന്ന് പുറത്താവുന്നോ? പുറത്താവുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ബാക്കി അറിയില്ല. വേറെ അതിനെ കുറിച്ചൊന്നും അറിയില്ല. പുള്ളിയെ കുറിച്ച് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും? ആള് പക്ക ഡീസന്റ് ആണ്. നല്ല പിന്നെ പെർഫോമൻസ് ഒക്കെ നല്ലതായിട്ട് ചെയ്യുന്ന. എന്തെങ്കിലും പരിപാടിയാണ്
എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നെങ്കിൽ അവൻ തന്നെ മുങ്ങിട്ട് ഈ സാംസ്കാരികമായ രംഗത്ത് വലിയ മുന്നേറ്റമുള്ള ഒരാളാണല്ലേ? കുഴപ്പമില്ല. അല്ല, എല്ലാത്തിനും ഫ്രണ്ടിൽ കാണും. എല്ലാത്തിനും ഫ്രണ്ടിലും. ഈ ഗെയിമിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കണ്ടേ നമ്മളൊക്കെ നാട്ടുകാരെന്നുള്ള നിലയിൽ? വേണം. എത്ര കാലമായിട്ട് അറിയാം സിബിനെ? ജനിച്ച സമയം എനിക്കറിയാം. അറിയാം. ഈ നാട്ടുകാരൻ എന്നുള്ളതിൽ കൊച്ചിലേ അറിയാം. അന്നേ ആള് നല്ല എനർജറ്റിക് ആണ് അല്ലേ? എല്ലാ മേഖലയും പൊതുവിൽ പഠിക്കാനാണ് എല്ലാത്തിനും നല്ല ഇതാണ്. ഡാൻസ് കളിക്കാനും എല്ലാത്തിനും നല്ലൊരു ഡാൻസറാണ്. കുടുംബമൊക്കെ അറിയാമല്ലോ? കുടുംബം അച്ഛനും അമ്മയുടെയൊക്കെ. അച്ഛൻ്റെ പേര് ബെഞ്ചമിൻ എന്നാണ്, അമ്മയുടെ പേര് ലിസി ബെഞ്ചമിൻ ആണ്. സഹോദരങ്ങൾ എത്ര പേരുണ്ട്? ഒരാളുള്ളൂ, ഒരു അനിയൻ. അനിയൻ എന്ത് ചെയ്യുന്നു? സിബിന്റെ ഡിഗ്രി ബികോം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? സിബിനെ അങ്ങ് ഇടയ്ക്ക് കണ്ടായിരുന്നോ? പുതിയ എങ്ങനെയുണ്ട്? ഇപ്പൊ എന്താണ് അവസ്ഥ? പുറത്തായി എന്നൊക്കെ പറയുന്നു. കൊറേ ആൾക്കാര് യൂട്യൂബിൽ കൂടെ പുറത്തായെന്നൊക്കെ ഞാൻ പറയുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് അറിഞ്ഞോ? എന്താണ് ശരിക്കും? അതെനിക്കറിയാം. ഫോമില്ല എന്നൊക്കെ പറഞ്ഞറിഞ്ഞോ? ഇപ്പൊ ഗെയിമിലുണ്ടോ? ആള് മാറി നിൽക്കുകയാണ്. വരുമോ? തിരിച്ചു വരുമോ? അതെനിക്കറിഞ്ഞൂടെ. ചിലപ്പോ തിരിച്ചു വരുമായിരിക്കും. നല്ലൊരു പയ്യനാണ്. നാട്ടില്. എല്ലാ കലാപരിപാടിക്കൊക്കെ രംഗത്തുള്ളതാണ്. ഡാൻസർ ആണല്ലോ ആള്. ഡാൻസ് ഡിജെക്കൊക്കെ പോകുന്നുണ്ട്. പുതിയ ഗെയിമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അവൻ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൽ കാണേണ്ട ഒരു ഇത് വന്നത്. ശരിക്കും സിബിൻ കയറിയ ശേഷമാണ് ബിഗ് ബോസ് കാണുന്നത്? അല്ല, അതിന്റെ കാണുമായിരുന്നു. പക്ഷെ തുടക്കത്തിലെ അടിയായിരുന്നു. പിന്നെ സിബിൻ വന്നതിന് ശേഷമാണ് ഇത്ര ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായത്, എന്റർടൈൻമെന്റ് ആയത്. ഇപ്പൊ എന്താണ് അവസ്ഥ നിലവിൽ? സിബിൻ കുറച്ച് ദിവസം മാറി നിൽക്കുന്നത് എന്താണെന്ന് അറിയില്ല. സുഖമില്ല എന്നൊക്കെ പറയുന്നു. അവന് എത്ര അസ്വസ്ഥതയാണെന്ന് മാറ്റി നിർത്തിയതാണോ എന്നും അറിഞ്ഞൂടാ. അവന് ഇത്ര അസ്വസ്ഥതയാണെന്ന്, ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അവൻ മറ്റുള്ളവർ പല അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചപ്പോ സിബിനെ മാത്രം മാറ്റി നിർത്തിയെന്ന് തോന്നുന്നുണ്ടോ? അത് അങ്ങനെ ഒരു ഇത് പറഞ്ഞേക്കുന്നുണ്ടല്ലോ, പറയുന്നുണ്ട്. അതിനേക്കാളും പിന്നെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചവരെയൊക്കെ നിലനിർത്തുകയും സിബിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു എന്നുള്ള തോന്നുന്നുണ്ട്. എന്താണ് കാര്യം? അത് നിഷയാണ് കാരണം. നിഷയാണ് മാറ്റേണ്ടത് ശരിക്കും തന്നെ. അവളെയാണ് അങ്ങനെ പറഞ്ഞിട്ട് അവര് മാറ്റാതെ അവളെ നിലനിർത്തിയിരിക്കുന്നു. സിബിനെ ഒഴിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. തിരിച്ചു വരുമോ സിബിൻ വരണം. ഞങ്ങൾക്ക് വരണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന. അവന് വോട്ട് ഇട്ട് കൊടുക്കും നാട്ടുകാർ മൊത്തം. അപ്പൊ നിങ്ങള് ഇപ്പം സിബിൻ കിറ്റ് ചെയ്യുന്നു അറിഞ്ഞു. അപ്പൊ നിങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് ഇവിടെ? നാട്ടുകാർ അങ്ങോട്ട് പോകുന്നുണ്ട്. എത്ര പേര് പോകുന്നുണ്ട് അങ്ങോട്ട്? ഇവിടെ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 50 കൂടുതൽ പോകുന്നുണ്ട്. നമുക്ക് കാരണം നാളെ ഇലക്ഷൻ കൂടെ ആയതുകൊണ്ട് നമുക്ക് ട്രെയിനോ ബസ്സോ ഒരുപാട് കാറ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഇത് തന്നെ ഒരു 3ാമത്തെ ആയിരിക്കും. ബാക്കി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ കാണിച്ച ഒരു പാർഷ്വാലിറ്റിയെ കുറിച്ച് ഈ അതിന്റെ ഈ ചാനൽ അധികൃതരുമായി അല്ലെങ്കിൽ ഇതിന്റെ പ്രോഗ്രാംസുമായി കാര്യം എനിക്ക് പറയാനല്ലോ നന്ദി. നന്ദിയെ പറയാൻ വേണ്ടി അവർക്ക് മാത്രമാണ്. സിബിൻ എന്നൊരു വ്യക്തിയായിരുന്നു അതിൽ എന്റർടൈനർ ആയിട്ടുള്ള ഒരാളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കാണ് നഷ്ടം. അവര് തന്നെ പറയുന്നുണ്ട് ഇത് ഫാമിലി കാണുന്ന ഷോ ആണ്, ഫാമിലിയുടെ ഷോ എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ജിൻഡ എന്നൊരു വ്യക്തി അതിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും പറയുന്നില്ല. കാരണം നോറ സംസാരിക്കുന്നതിനിടയ്ക്ക് ജിൻഡ എന്നൊരു വ്യക്തി പല രീതിയിലുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. എന്നിട്ട് ജിൻഡ കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി അഭിപ്രായങ്ങൾ വന്നു. അത് മാത്രമല്ല, ജിൻഡോ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞ കാര്യകാരി തൂക്കിയെടുത്ത് അടിക്കുമെന്ന് പറയുന്നു. അത് സിബിൻ നേരത്തെ ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞു കൊടുത്ത് അവരൊരു സ്ക്രിപ്റ്റ് പോലെ ആക്കി. എന്നിട്ടും ജിൻഡ പറയുന്നുണ്ട് ഞാൻ സിബിൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വായിന്ന് വീണ് പോയതാണ്. അതിന് സിബിൻ എന്തിനാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്തിനാണ്? ജിൻഡ പറഞ്ഞൊരു കാര്യത്തിന് എന്തിനാണ് സിബിന് പണിഷ്മെന്റ്? അത് നോറയാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. 3 ദിവസം പത്രം കഴുകണമെന്ന് പറഞ്ഞ പണിഷ്മെന്റ് മോഹൻലാൽ പറഞ്ഞിട്ട് ജാസ്മിനും ജിൻഡയും സിബിനും തമ്മിലുള്ള കാര്യം. അതെന്തിനാ നോറ എന്തിനാ? അല്ല, ഇത്രയും മാനസികമായിട്ടൊരു ഇതുണ്ടാക്കാൻ കാര്യം എന്താണ് ശരിക്കും ഈ ഗെയിമിൽ ഇങ്ങനെ സിബിനോട് മാത്രം?
അത് ബിഗ് ബോസിനോട് അതാണ് നമ്മൾ പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണ്. അവര് ഒരാളെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, ഇന്ന ആള് വിന്നറാകണം ഈ സീസണിൽ, അവരതിനെ കുറിച്ച് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നടക്കത്തുള്ളൂ. പുള്ളിക്കാരും ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ അവിടുത്തെ NH-ന്റെ ഞങ്ങൾക്ക് ഇപ്പോ ഞങ്ങള് പോകുന്നുണ്ട്. ഇപ്പോ എന്തായാലും ബിഗ് ബോസിനോട് ഒരു വലിയ നന്ദി തന്നെ ഞങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും എല്ലാവരും അവർക്ക് മാത്രമാണ്, അത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് സിബിൻ പുറത്താവുന്നത് നഷ്ടം ബിഗ് ബോസിന് ഈ സീസണിൽ 100% ഉറപ്പിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ. സിബിൻ വന്നതിന് ശേഷമാണ് ആ ബിഗ് ബോസ് വീട് ഉണർന്നത്. പുള്ളിക്കാരൻ പോയിപ്പോ ഒരാഴ്ചയാവും. ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ അതിലില്ല. അവര് ചുമ്മാ ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത് ജാസ്മിനെയും ഗബ്രിയും വേറൊരു സ്ക്രിപ്റ്റിലാണ് അത് പ്രവർത്തിക്കുന്നത്. തീർച്ചയായും അതൊക്കെ ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളല്ല പറയേണ്ട സ്ക്രിപ്റ്റ് സോഷ്യൽ മീഡിയ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള അഭിപ്രായം നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല. കാണാൻ ബാക്കിയുള്ളവർ തീരുമാനിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടുകാരാണ്, ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഫേവർ എന്നേ പറയും. പക്ഷെ നാട്ടുകാർ തീരുമാനിക്കട്ടെ, കാണുന്ന ബാക്കിയുള്ള തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഫേവർ എന്നേ പറയൂ. ഞങ്ങൾ അങ്ങനെയല്ല പറയുന്നത്, പക്ഷെ ബാക്കിയുള്ളവർ തീരുമാനിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂ. കാരണം ഞങ്ങൾ കാണുന്ന മൊത്തം അങ്ങനെയാണ്. ബാക്കി സീസണിലും കണ്ടോണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. 3 ദിവസത്തെ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബിഗ് ബോസിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത്. 3 ദിവസമായിട്ട് റേറ്റിംഗ് പോലും നമ്മൾ നോക്കിയാൽ റേറ്റിംഗ് പോലും, കാരണം സീരിയൽ പോലെ ഇപ്പൊ നടക്കുന്നത്. 3 ദിവസം അവരെണീക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും കിടക്കുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ജാസ്മിനും ഗബ്രി എന്ന് പറഞ്ഞ 2 പേർ റൊമാൻസ്. ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോ സിബിൻ എന്ന സീരിയൽ പോലെ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ എന്തായാലും വിചാരിച്ച ആള് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അവരെ വിദേശിച്ചാക്കിയാൽ അവർക്ക് അപ്പ് കൊടുക്കട്ടെ. ബിഗ് ബോസിനോട് നന്ദി. ബിഗ് ബോസ് സീസൺ 6 കിറ്റായി കഴിഞ്ഞ DJ സിബിനെ ആനയിക്കാനായി നാട്ടിൽ നിന്നും സുഹൃത്തുക്കളടങ്ങുന്ന ഒരു സംഘം അതാ എറണാകുളത്തേക്ക്